വളരെ സ്ലോ ആയിട്ടാണ് പഠിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെക്കാൾ വേഗത്തിൽ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വേഗത്തിൽ പഠിക്കാനുള്ള 5 ഹാക്സ് ആണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ ഫോക്കസ് ആണ്. അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യം പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കുള്ളൂ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ ഈ ഫോക്കസ് ചെയ്യുക? അതായത് വെറുതെ അച്ഛന് വേണ്ടി ഞാൻ പഠിക്കുന്നു, അച്ഛൻ പറഞ്ഞോണ്ട് ഞാൻ പഠിക്കുന്നു, അമ്മ പറഞ്ഞോണ്ട് ഞാൻ പഠിക്കുന്നു, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞോണ്ട് ഞാൻ പഠിക്കുന്നു, ടീച്ചർ പറഞ്ഞോണ്ട് ഞാൻ പഠിക്കുന്നു, ടീച്ചർ നാളെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തല്ലും അതുകൊണ്ട് ഞാൻ പഠിക്കുന്നു. അങ്ങനെ വിചാരിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എപ്പോൾ പഠിക്കുന്നോ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലേക്ക് അത് കയറുള്ളൂ. ഇങ്ങനെ ആർക്കോ വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾ 10 മണിക്കൂറും 15 മണിക്കൂറും എടുക്കും ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു 10 മണിക്കൂർ കൊണ്ട് പഠിച്ച കാര്യം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഈ ഫോക്കസ് എന്ന് പറയുന്നത് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു എന്ന് മനസ്സിൽ ധ്യാനിച്ചാൽ ഫോക്കസ് വരുമോ എന്നുള്ളത്. അതൊന്നുമില്ല. ഈ ഫോക്കസ് ചെയ്യാൻ ഏറ്റവും വലിയ ട്രിക്കാണ് നമ്മുടെ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സൊല്യൂഷൻ തന്നെയാണ് ഈ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഒരു ഡീപ്പ് സ്ലീപ്പ് വേണം, ഒരു ഡീപ്പ് ഉറക്കം വേണം. 7 to 9 hours എന്തായാലും മസ്റ്റായിട്ടും മക്കൾ ഉറങ്ങിയിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരാണ് എക്സാം ടൈമിനൊക്കെ, ഞാൻ ഉറങ്ങിയാൽ എൻ്റെ ആ സമയം കൂടെ പോകും, എനിക്ക് പഠിക്കാനുള്ള സമയം കുറയും, എനിക്ക് പഠിക്കാൻ സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് ഉറങ്ങാതെ കണ്ണ് തുറന്നിരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഉറക്കം ഒഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കും. നിങ്ങൾക്കെടാ പഠിച്ചതും കൂടെ മറന്നു പോവാണ് അതിലൂടെ ചെയ്യുന്നത്. പഠിച്ച കാര്യം പോലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, പുതിയ കാര്യം പഠിക്കാൻ കഴിയൂല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം, ആൻഡ് പഠിച്ച കാര്യം കൂടി നിങ്ങൾക്ക് മറന്നു പോവാണ് ഈ ഒരു കാര്യത്തിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് പക്ക മണ്ടത്തരാണ് കേട്ടോ മക്കൾ ചെയ്യുന്നത്. സോ അതിനി ഒരിക്കലും ചെയ്യരുത്. ഉറങ്ങാതെ നിങ്ങൾ പഠിക്കരുത്. ഉറങ്ങാതെ പഠിച്ചിട്ട് കാര്യമല്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 7 to 9 മണിക്കൂർ ഒരു ഡീപ്പ് സ്ലീപ്പ്, ഒരു നല്ലൊരു ഉറക്കത്തിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? പഠിക്കുക. എല്ലാ ദിവസവും 24 മണിക്കൂറില്ലേ, അതിലൊരു 7 മണിക്കൂർ ഉറങ്ങിന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കുറഞ്ഞു പോകുന്നൊന്നുമില്ല. ബാക്കി ഒരുപാട് മണിക്കൂറുകൾ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു ഡീപ്പ് സ്ലീപ്പ് എന്തായാലും വേണം. ദെൻ അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുന്നതിന്റെ മുന്നേ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവുക. അതായത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുക, ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് കുറച്ച് പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുക, അങ്ങനെ ഒന്ന് റിലാക്സ് ആവുക. അത് വിചാരിച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് യൂട്യൂബ് പോയി ഇൻസ്റ്റഗ്രാമിൽ പോയി റീൽ കാണുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ റിലാക്സ് ആവുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അല്ലെങ്കിൽ കുറച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുക, ഒന്ന് അവിടെയും ഇവിടെയോ അങ്ങോട്ടും ഉമ്മനോടും അച്ഛനോടും അമ്മനോടൊക്കെ പോയി 2 വർത്താനൊക്കെ പറയുക, ഒന്ന് റിലാക്സ് ആവുക പഠിക്കുന്നതിന്റെ മുന്നേ. അതുപോലെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ, റിലാക്സ് ഒക്കെ ആയി പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് കണ്ണ് പൂട്ടിയിരിക്കുക. എന്നിട്ടൊന്ന് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ശ്വാസം ഉള്ളിലോട്ടും പുറത്തേക്കും എടുക്കുക. എന്നിട്ട് ഒന്ന് ആലോചിക്കുക, മക്കൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക, ഞാൻ എന്തിനാ പഠിക്കുന്നത്? ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടിയിട്ടാ പഠിക്കുന്നത്? ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ പഠിക്ക് ഇത് ചെയ്യ് അത് ചെയ്യുന്ന് പറയാൻ എല്ലാവരും ഉണ്ടാവും. ഇത് ചെയ്യടാ അത് ചെയ്യടാ, അങ്ങനെ ആക്കടാ എന്ന് പറയാൻ 100 ആൾക്കാരുണ്ടാവും. പക്ഷെ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാം ഹാളിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പഠിക്കുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അച്ഛൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടി നമ്മൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. എൻ്റെ അച്ഛൻ പഠിച്ചിട്ടുണ്ട്, A+B² എന്താണെന്ന് എൻ്റെ അച്ഛൻ അറിയാം, അതുകൊണ്ട് ഞാൻ പഠിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളെ കാര്യത്തിനിടാ ഒറ്റക്കാ നമുക്ക് വേറെ ആരും ഉണ്ടാവില്ല. കാര്യം ചെയ്യാൻ നമ്മൾ ഒറ്റക്ക് തന്നെയാണ്. നമ്മൾ ഫ്യൂച്ചറിൽ ആരായി തീരുമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അല്ലാതെ വേറെ ആരും നമുക്ക് വേണ്ടി പഠിക്കാനും നമ്മളോട് പറയാൻ ആൾക്കാരുണ്ടാവും, നമുക്ക് വേണ്ടി ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. സോ എന്ത് ചെയ്യുക? എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്, എനിക്ക് പഠിക്കണം, എനിക്ക് ഫുൾ മാർക്ക് വാങ്ങണം. ഞാൻ SSLC എത്തിക്കോട്ടെ, ഞാൻ 9th ഞാൻ 8th ഞാൻ ഏത് ക്ലാസ്സിലായിക്കോട്ടെ, എനിക്ക് ഫുൾ മാർക്ക് വാങ്ങണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. ഞാൻ മുന്നോട്ട് ആരായി തീരുന്നു എന്ന് തീരുമാനിക്കുന്നത് ഞാൻ ഇപ്പൊ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാ. അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഞാൻ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് ഒന്ന് മനസ്സിലേക്ക് എൻ്റെ മക്കൾ കൊണ്ടുവന്നതിന് ശേഷം മാത്രം പഠിക്കാനിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു പൊട്ടത്തരാണ് നമ്മളുടെ എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ ഞാൻ പഠിക്കും. എപ്പോഴാന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും 2 മണിക്കൂർ, ചിലപ്പോൾ രാവിലെ പഠിക്കും, ചിലപ്പോൾ രാത്രി പഠിക്കും, ഞാൻ അല്ലെങ്കിൽ ഉച്ചക്ക് പഠിക്കും, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അത് വെറുതെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാവണം. അതായത് ഞാൻ എല്ലാ ദിവസവും 8 to 10 ഞാൻ പഠിച്ചിരിക്കും, ഞാൻ എല്ലാ ദിവസവും 7 to 9 ഞാൻ പഠിച്ചിരിക്കും. അങ്ങനെ
കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവണം എല്ലാ ദിവസവും ഈ ഒരു ടൈമിന് എന്നുള്ളത്. അല്ലാതെ നമ്മൾ 1 മണിക്കൂർ പഠിക്കുന്നു വിചാരിച്ചാൽ ലോട്ടറി ടിക്കറ്റ് പോലെ അത് അങ്ങ് പോവും. അടുത്ത 1 മണിക്കൂർ പഠിക്കാം, അടുത്തൊരു മണിക്കൂർ പഠിക്കാം, അത് കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂർ പഠിക്കാം, അങ്ങനെ അങ്ങ് നീണ്ടു പോവും. അത് നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല. ഞാനൊക്കെ ചെയ്യുന്ന കാര്യമാണ്, എനിക്കൊക്കെ പറ്റുന്ന തെറ്റാണ്. ഈ 1 മണിക്കൂറിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊക്കെ വിചാരിക്കും, അടുത്ത മണിക്കൂർ എടുക്കാലോ, അടുത്തതിന് എടുക്കാലോ, ഈ ഇതിനെടുക്കാലോ, അങ്ങനെ പോയി അന്ന് ആ വീഡിയോയെ എടുക്കലുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു ടൈം ഇപ്പൊ തന്നെ കണ്ടെത്തുക. 24 മണിക്കൂറിലടാ, അതിലൊരു 2-3 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചെന്ന് വിചാരിച്ച് എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. നിങ്ങൾ സൽക്കാരത്തിന് വിളിക്കും, പോവരുത്. കളിക്കാൻ വിളിക്കും, പോവരുത്. യൂട്യൂബ് കാണാൻ വിളിക്കും, നിങ്ങൾ പോവരുത്. ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ചേച്ചി വിളിക്കും, പോവരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ആ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുക. നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയിട്ട് ഇരിക്കുക, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുറച്ച് സമയം, കുറേ സമയമൊന്നും ഇരിക്കണം ഞാൻ ഒരിക്കലും പറയുന്നില്ല, 10-15 മണിക്കൂർ ഇരിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ അത് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ മിസ് പറഞ്ഞില്ലേ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. ദെൻ ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റീകോൾ ചെയ്യുക. അതായത് നിങ്ങൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങളിപ്പോൾ ഒരു കുറേ വീഡിയോസ് കണ്ടു, ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞ് മടക്കിയിട്ട് നിങ്ങൾ കളിക്കാൻ പോകും, അല്ലെങ്കിൽ നിങ്ങളെ വേറെ പരിപാടിക്ക് പോകും, TV കാണാൻ പോകും, റീൽസ് കാണാൻ പോകും, അല്ലെങ്കിൽ ഷോർട്സ് കാണാൻ പോകും, അങ്ങനെ പോകും. അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, കാര്യം അങ്ങ് മറന്നു പോകും. 2 ദിവസം കഴിയുമ്പോഴത്തേ ഓർമ്മ ഉണ്ടാവില്ല. അതാണ് ചില കുട്ടികൾ പറയുന്ന കേൾക്കല്ലേ, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ഓർമ്മയിലേക്ക് വരുന്നില്ല എന്ന് പറയും. അത് മക്കളെ, ചില കുട്ടികളെ വിചാരമാണ് ഈ മറന്നു പോവാന്ന് പറയുന്നത് എന്തോ വലിയ അസുഖമാണ് എന്ന്. മറന്നു പോവില്ലടാ, അസുഖമൊന്നുമല്ല. മറന്നു പോവല് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറവി നമ്മൾ എടുക്കുന്നതാണ്. മറക്കാതിരിക്കാൻ കുറേ മാർഗങ്ങളുണ്ട്, അതിലൊന്നാണിത്. അതായത് നിങ്ങൾ ഈ പഠിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അതായത് നിങ്ങൾ നോട്ട്സ് എഴുതിയിട്ടുണ്ടാവില്ലേ, ആ നോട്ട്സ് ജസ്റ്റ് ഒന്ന് മറച്ചു വെക്കുക. ഞാൻ ഈ കാര്യം പഠിച്ചു, ഞാൻ ഈ കാര്യം പഠിച്ചു, ഒന്ന് സമ്മറൈസ് ചെയ്യുക. ഏതൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്ന് ഒന്ന് സമ്മറൈസ് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം എത്ര ആയിട്ടും ഓർമ്മ വരാത്ത കാര്യം ഉണ്ടാവും. ആ കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു നോട്ട് പാഡിൽ സൈഡിൽ എഴുതി വെക്കുക. ഈ കാര്യം, ഒരു ഇക്വേഷന്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ആ ഇക്വേഷൻ എത്ര ആലോചിച്ചിട്ടും ഇങ്ങോട്ട് കിട്ടുന്നില്ല, എനിക്ക് നോക്കിയിട്ടേ കിട്ടുന്നുള്ളൂ, എനിക്ക് കാണാതെ ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു നോട്ട് പാഡിൽ ജസ്റ്റ് എഴുതിയിട്ട് നിങ്ങളുടെ പോക്കറ്റിലിടുക. ഞാൻ ചെയ്യുന്നത്, എനിക്ക് പോക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ കയ്യിലായിരുന്നു കേട്ടോ എഴുതി വെക്കല്. ഞാൻ ജസ്റ്റ് കയ്യിൽ എഴുതി വെക്കും. എന്നിട്ട് വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇത് ആടി പോകുമ്പോൾ വെറുതെ ഒന്ന് നോക്കും, ഈ ഇക്വേഷൻ അല്ലേ, ഓർമ്മയുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കും. അങ്ങനെ നിങ്ങൾ എഴുതി വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് നോക്കിയാൽ ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു തിയറി എന്തായിക്കോട്ടെ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ എന്ത് ചെയ്യുക, ഈ പഠിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് ഒന്ന് ഓർത്തെടുക്കുക. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് വേഗം മറച്ചു നോക്കിയാൽ മതി. ഒന്ന് വേഗം ഒന്ന് ഓർത്തെടുക്കുക. അതുപോലെ തന്നെ അങ്ങനെ ഒന്ന് ഓർത്തെടുത്ത് നിങ്ങൾ പിന്നെ നിങ്ങളെ വഴിക്ക് പോയിക്കോ, എവിടെക്കെങ്കിലും പോയിക്കോ, കളിക്കാനോ ചിരിക്കാനോ എവിടെ വേണേലും പോയിക്കോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ ഉറങ്ങാൻ കിടക്കൂലേ, ആ കിടക്കുന്ന നേരത്ത് വെറുതെ ഒന്ന് കണ്ണ് കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, 5 മിനിറ്റ് മതിയാവും. 5 മിനിറ്റ് ഒന്ന് കണ്ണ് കൂട്ടിയിട്ട് ഒന്ന് ആലോചിച്ച് വെക്കുക, ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബുക്കൊന്നും എടുക്കണ്ട കേട്ടോ, വെറുതെ ഒന്ന് ആലോചിച്ച് വെക്കുക, ഞാൻ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ കാര്യം പഠിച്ചു, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ ഈ ഡെസിമൽസിൻ്റെ സ്ക്വയേഴ്സ് കാണാൻ പഠിച്ചു, 1 to 10 സ്ക്വയേഴ്സ് കാണാൻ പഠിച്ചു, ഈ സ്ക്വയർ പഠിച്ചു. അങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഒന്ന് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ നോക്കുക. ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊക്കെ എനിക്ക് ഓക്കെയാണ്, ഇതൊക്കെ റെഡിയാണ്. ഇനി എന്നിട്ടും നിങ്ങൾക്ക് കിട്ടാത്ത വേറെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ നോട്ട് പാഡിൽ എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ഉറങ്ങി എണീക്കുമ്പോൾ വെറുതെ കൈ ഒന്ന് നോക്കുക, ഇതുണ്ടായിരുന്നല്ലോ, ഇതെനിക്ക് ഓർമ്മയുണ്ടെന്ന് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഈ ഇയർ ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും. പുതിയൊരു ഇയർ സ്റ്റാർട്ട് ചെയ്യാണെന്ന് പറയാനില്ല, ചെയ്തു. യെസ്, അപ്പോൾ നമ്മൾ പുതിയൊരു അക്കാഡമിക് ഇയറിലാണുള്ളത്. അടിപൊളിയായിട്ട് പഠിക്കണം, നല്ല ഉഷാറായിട്ട് മാർക്ക് വാങ്ങണം, ഫുൾ മാർക്ക് വാങ്ങണം എന്നൊക്കെ മനസ്സിലുണ്ടാവും. അത് മനസ്സിൽ മാത്രം പോരാ, എന്തായാലും നിങ്ങൾക്ക് കിട്ടുകയും വേണം, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ചു നോക്ക്. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ എല്ലാ മക്കൾക്കും പറ്റിയിരിക്കും. സോ ഉഷാറായിട്ട് പഠിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.